റഹീമിനെ ഒരു നിരവധി തവണ കണ്ടിട്ടുണ്ട്, എത്രയെന്ന് എനിക്കറിയില്ല. അത് പല നിമിഷങ്ങളും വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു. പലപ്പോഴും കോടതികളിൽ നിന്ന് റഹീം എൻ്റെ കണ്ണിലേക്ക് നോട്ടം നോക്കും. കോടതിയിൽ നിന്ന് വിധി വരുമ്പോൾ ഞാൻ രക്ഷപ്പെടില്ല, ഞാൻ പറയും റഹീമിനെ രക്ഷപ്പെടും, എത്ര നേരം വൈകിയാലും അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഞാൻ പുറത്തിറക്കിയിരിക്കും. അതിന് നീ വേണ്ടത് ഇനി ആരോഗ്യവാനായിട്ടിരിക്കുക, ഞങ്ങൾക്ക് ഇനി അവിടെ ആരോഗ്യവാനായിട്ടിരുന്നാൽ ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടും. ഇനി ടെൻഷൻ അടിച്ചിരുന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ടെൻഷനായിരിക്കും. അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ ധൈര്യവാനായിട്ടിരിക്കുക. ഏത് സമയത്തും ഈ ഒരു കാര്യം റഹീമിനോട് പറയണം. എന്നാലും റഹീം പിന്നിക്കുക, ഞാനിങ്ങനെ റഹീമെ നീണ്ടു പോകുന്ന നല്ലതിനാണ്, എത്ര നീണ്ടാലും നല്ലതിനാണ് മാത്രം വിചാരിക്കുക എന്നുള്ള വാക്ക് ഇപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി, സർവ്വശക്തൻ്റെ തൗഫീഖോടെ വാക്ക് അന്വർത്ഥമായിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ പെരുന്നാൾ ദിനം റഹീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു എന്താ ഇക്ക, അന്ന് ഒരു 18 കോടി ആയിരുന്നു കളക്ഷൻ വന്നിരുന്നത്. റഹീം ബേജാറാണ്ട, ബാക്കി കാര്യങ്ങൾ വളരെ ചടുലമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പറഞ്ഞു, ഞാൻ ഇക്ക ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും, ഇതിന് ഫണ്ട് കൊടുക്കുന്ന മുഴുവൻ ജനങ്ങളും, എനിക്ക് വേണ്ടി 1 റുപ്യ 2 റുപ്യ 3 റുപ്യ കൊടുക്കുന്ന മുഴുവൻ ആളുകളും, അവർക്ക് വേണ്ടി രാപ്പകലില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ഇനി ജയിലുള്ള എൻ്റെ ബാക്കി കാര്യങ്ങൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മനെ എത്രയും പെട്ടെന്ന് കാണണം, അതിനുള്ള ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ, എനിക്ക് സന്തോഷമാണെന്ന് ഈ അവസാനം പെരുന്നാൾ എന്നാണ്